ദർശനകാലം. തീരാത്ത നോവിൻ്റെ തീയണയ്ക്കാൻ തോരാത്ത കണ്ണീരിനായിടുമോ കനവിലൂറുന്നൊരാത്തേൻ പുരണ്ടാൽ കരിയുമോ കരളിലെ മുറിവതെല്ലാം. പിന്തിരിഞ്ഞെത്ര നടന്നിടിലും പിന്നിട്ട കാലത്തിലെത്തിയിടുമോ മുൻവിധി എത്ര നിരത്തിയിടിലും തൻവിധി മാറ്റുവാനാർക്കു സാധ്യം. കൂറും കരുതലുമില്ലെങ്കിൽ കൂടെ പിറപ്പിനാലെന്തു കാര്യം. 100 പേർ കൂട്ടു നടന്നിടിലും കാലുവാരിടുകയെന്തു കഷ്ടം. കുമ്പത്തു കാലത്തു കൂടെ നിന്നു സൗഭാഗ്യമെല്ലാം പകുത്തു വാങ്ങി സന്താപകാലത്തു കൈയൊഴിഞ്ഞാൽ ബന്ധുവും ശത്രുവും എന്തു ഭേദം. സാഗരമേഴും കടന്നിടിലും സാധ്യമോ സങ്കടപ്പുഴ കടക്കാൻ. 7 ലോകങ്ങൾ നേടിയാലും ഈടുള്ളതാറടി മണ്ണു മാത്രം. സാഗരമേഴും കടന്നിടിലും സാധ്യമോ സങ്കടപ്പുഴ കടക്കാൻ. 7 ലോകങ്ങൾ നേടിയാലും ഈടുള്ളതാറടി മണ്ണു മാത്രം. അജ്ഞാനമാകും തമസ്സിലാഴ്ന്നാൽ 1000 സൂര്യനും കെട്ടുപോകും. വിജ്ഞാനനാളം തെളിഞ്ഞുവെന്നാൽ ഘോരാന്ധകാരവും തേജോമയം. അജ്ഞാനമാകും തമസ്സിലാഴ്ന്നാൽ 1000 സൂര്യനും കെട്ടുപോകും. വിജ്ഞാനനാളം തെളിഞ്ഞുവെന്നാൽ ഘോരാന്ധകാരവും തേജോമയം. വികാരനിർഭരമായ ഒരു ദിവസം, ഒരു നിമിഷത്തിലാണ് നമ്മൾ ഇത്രയും പേര് ഇവിടെ അമരാവതിയിലെ അനശ്വരമായ ഓർമ്മകൾ പങ്കുവെച്ച് ഒത്തുകൂടിയിരിക്കുന്നത്. വാക്കുകൾക്ക് ക്ഷാമം വരുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ അതിലിങ്ങനെ അതിൻ്റെ ഭാവത്തിന് പരകൂടി അഭാവത്തിൽ സ്വഭാവം വരുന്നു പറയുന്നത്. മനസ്സിൽ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഏത് വികാരവും ആ വികാരഭാവം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ശൂന്യമായ ഒരു ശൂന്യത നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഓർമ്മകളുടെ നിറവിൽ അതിൻ്റെ നിറവിൻ്റെ തന്നെ ഒരു ശൂന്യതയിലാണ് സത്യത്തിൽ എല്ലാവരും കൂടെ പാടാൻ പറഞ്ഞപ്പോൾ പാടിയെന്ന് മാത്രം. അത് പാടിപ്പോകുന്നത് ആണ്, എഴുതുന്നത് പോലെ തന്നെ എഴുതിപ്പോയതുപോലെ പാടിപ്പോയതാണ്. അത് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് നിന്ന് പാട്ട് പാടാനോ ഒന്നിനും ഒരവസരം ഉണ്ടാകില്ല. പക്ഷേ ആത്മാവ് അത് കേൾക്കുന്നു, അതറിയുന്നു, അത് തൊട്ടറിയും. ഒരു പക്ഷേ എന്നെയും കൂടെ ചേർത്ത് ആരെങ്കിലും ചെയ്യുന്നുണ്ടാകും എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുകയാണ്. പിന്നെ മഴ അങ്ങനെ പെയ്ത് തോർന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഓർമ്മ പോലെ അത് മഴ തോർന്നാലും മരം പെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെയൊക്കെ മനസ്സിൽ ആ ഓർമ്മ ഇങ്ങനെ ഇറ്റ് വീണുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഓരോ തുള്ളിയും നമ്മുടെ മനസ്സിൽ ഒരുപാട് ഭാഷയുടെ, സാഹിത്യത്തിൻ്റെ, ചലച്ചിത്രത്തിൻ്റെ, അനുഭവങ്ങളുടെ, ജീവിതത്തിൻ്റെ ഒക്കെ ഒരുപാട് അധ്യായങ്ങൾ ഇങ്ങനെ ഓരോ തുള്ളി മനസ്സിൽ വീഴുമ്പോൾ ഓരോ ചിന്തയാണ് പൊട്ടിവിടുന്നത്. അതൊക്കെ വിത്തായി വീണ് മുളച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അത് കണ്ടും കേട്ടും വായിച്ചും അനുഭവിച്ചും ആസ്വദിച്ചും ഒക്കെയുള്ള അനുഭവത്തിൽ നിന്ന് ഇനി എന്നെ പോലേക്കുള്ള വളർന്നു വരുന്ന തലമുറയ്ക്ക് കുട്ടികൾക്ക് ഒരു പാഠശാലയായി, സർവകലാശാലയായി, പാഠപുസ്തകമായി ആ ഓർമ്മകൾ തന്നെ കൂട്ടിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അക്ഷരവടിവോടുകൂടി ആ ചിന്തകൾ, ഓർമ്മകൾ എന്നും നമ്മളിൽ നിൽക്കട്ടെ. അമരാവതിയിലെ അനശ്വരതയിൽ നമ്മളും അങ്ങനെ അലിഞ്ഞു ചേരാൻ നിർത്തിച്ചേർന്ന എല്ലാവരുടെയും മുന്നിൽ എൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ പ്രണമിക്കുകയാണ്. ആ അനശ്വരമായ ഓർമ്മകളെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു.
പിന്നെ ഒരു അമ്മത്തണൽ പോലെയാണ് ചേച്ചിയെ, സിന്ധു ചേച്ചിനെ പരിചയപ്പെട്ടതിന് ശേഷം ഇവിടേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വിളിക്കുമ്പോൾ ഒരു നട്ടുച്ച വെയിലത്ത് നടന്നലഞ്ഞ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, ഒരു എന്താ പറയുക, ഒരു ആശ്വാസത്തിൻ്റെ ആശ്ലേഷം. അപ്പോൾ ഒരു അമ്മത്തണലാണ് ശരിക്കും സിന്ധു ചേച്ചി. ആ അമ്മത്തണലിൽ ഇനിയും ഇങ്ങനെ ദീർഘകാലം വന്ന് ഇളവേൽക്കാൻ കൂടി കഴിയട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് വയ്ക്കുന്നത്. പൊന്നു വയ്ക്കേണ്ട അടുത്ത് പൂ വയ്ക്കും പോലെ ചില ചിന്തകൾ, ചില വാക്കുകൾ അക്ഷരപ്പൂക്കളായി സമർപ്പിച്ച് വീണ്ടും ഞാൻ പ്രണമിക്കുന്നു. പ്രണാമം.